C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇവൻ പറയും സത്യം. എന്താ ഇതൊക്കെ? എന്ത് സത്യം? നീ ഇവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണോ? എന്താ നിനക്ക് വേണ്ടതിപ്പോ? ശാരദാമ്മ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. ഇവൻ പറയും അമേരിക്കക്കാരൻ പയ്യനായിട്ടുള്ള ശാലിയുടെ വിവാഹം മുടക്കിയത് ആരാണെന്ന്. പറയടാ സത്യം. ഇല്ലെങ്കിൽ ഇനി എന്റെ വാങ്ങിച്ചു കൂട്ടുന്നു. ഞാൻ പറയാം. ആരടാ ശാലിയുടെ കല്യാണം മുടക്കിയത്? അത് നീ തന്നെയാ, ഞാനല്ല. തൊട്ടു പോരുതാ മനുഷ്യനെ. നോക്ക്, മുമ്പും പല കോപ്രായങ്ങളും കാണിച്ചിട്ടുണ്ട് ഇയാളെ മുറ്റത്ത് വെച്ചും അല്ലാതെ. ഇനിയും അതൊക്കെ ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ എന്റെ കൈ ആവും ഇയാളുടെ ചെകിടത്തിരിക്കുക. വിടയാളെ, വിടോ. ശാലിനി വന്നത് നന്നായി. ശാലിനിയുടെ കല്യാണം മുടക്കിയത് ഞാനാണെന്നുള്ള കുറ്റം ഏൽപ്പിക്കാൻ തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ എന്നെ. ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെയാ ശാലിനി ഏറ്റെടുക്കുക? അതെ, ശാലിനി വരാനായിട്ട് വെയിറ്റ് ചെയ്തതാ ഗോപാലേട്ടനും സത്യം അറിയിക്കാനായിട്ടേ. അല്ലെങ്കിൽ സ്വന്തം അളിയനെ അടിച്ചിട്ടും ഗോപാലേട്ടൻ മിണ്ടാതിരിക്കോ? ശാലിനി, ഈ പറഞ്ഞതൊക്കെ പച്ചക്കള്ളുവാ. ഇവനാ ശാലിനിയുടെ കല്യാണം മുടക്കിയത്. വിശ്വാസം വരുന്നില്ലെങ്കിൽ ആ അമേരിക്കക്കാരൻ ചെക്കനെ വിളിച്ച് ചോദിച്ചാൽ മതി. മിണ്ടരുത് താൻ, മിണ്ടിപ്പോരുത്. ഈ നിൽക്കുന്നത് ആരാന്നറിയോ തനിക്ക്? ഇതാണ് ബാലചന്ദ്രൻ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ ചെറുക്കൻ. ശാലിനി കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോ? അതെ, അത് മനസ്സിലാക്കി തന്നെയാ ഇയാളുടെ ഈ വേഷം കെട്ടിയുള്ള വരവെന്ന് എനിക്കറിയാം. എന്റെ ആദ്യത്തെ കല്യാണം മുടക്കിയത് ബാലചന്ദ്രനാണെന്ന് പറഞ്ഞ എന്റെ ഈ കല്യാണം കൂടി അങ്ങ് മുടങ്ങുമല്ലോ, അല്ലേ? ഒരു ഞാനും ഇല്ല, ഒരു ഞാനും. തനിക്ക് നാണോ എന്നൊന്നുണ്ടോടോ ഇനിയും എന്റെ മുന്നിൽ വരാൻ? എത്ര തവണ ആട്ടിപ്പായിച്ചു എന്റെ മുന്നിൽ നിന്ന്. എന്നിട്ട് എന്നെ കെട്ടാവുന്ന മോഹമായിട്ട് പിന്നാലെ നടക്കുക ദുഷ്ട പിശാച്. അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാ ഞാൻ. ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ അതേ നിൽക്കുന്ന മനുഷ്യനെയാവും, ബാലചന്ദ്രനെ മാത്രം. കുറെ നാളായി നിങ്ങൾ എന്റെ കല്യാണം മുടക്കിയെങ്കിലും നാട് നീളെ അപഖ്യാതി പറഞ്ഞു നടന്നെങ്കിലും എല്ലാം മനസ്സിലാക്കി എന്നെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് ഈ ഒരു മനുഷ്യനാ. ഇയാളാണ് ഇനി എന്റെ ഭർത്താവ്. വന്നല്ലോ നമ്മള് കാത്തിരുന്ന ആള്.
നേരാണോ വിഷ്ണു ഞാൻ ഈ കേട്ടതൊക്കെ? ആ, അതെന്ത് ചോദ്യാ സാറേ, നേരാണോന്ന്? എന്റെ അനിയനല്ലേ തല്ലുകൊണ്ടത്. അതിന്റെ ദണ്ണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. വിഷ്ണു മോനെ അറിയാൻ പറ്റില്ല. നിന്റെ അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല, പക്ഷെ വാക്കാണ് സത്യമെന്ന് സത്യഭാമ എപ്പോഴും പറഞ്ഞിരുന്നു. ആ സത്യഭാമയുടെ വാക്കിന് പുല്ലുവിലേ നാട്ടുകാർ കൽപ്പിക്കും. സത്യം, എനിക്ക് തോന്നുന്നത് ആ ശാരദാമ്മയ്ക്ക് ഇവിടെ വന്ന് സങ്കടം പറയാൻ മനസ്സില്ലാത്തതുകൊണ്ടാണെന്നാ. പറഞ്ഞിട്ടും വലിയ കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി കാണും. അങ്ങനത്തെ സംഭവങ്ങളല്ലേ ആ വീട്ടുനടയിൽ ഇപ്പൊ നടന്നിരിക്കുന്നേ. വിഷ്ണു, ഇതിനിടയാക്കിയ നീയാ. ഇന്ന് വരെ ഈ വീട്ടിൽ രണ്ടാമത് ഇങ്ങനൊരു ശബ്ദം ഉയർന്നിട്ടില്ല. എന്നും സങ്കടം പറഞ്ഞു വരുന്നവർക്ക് ഒറ്റ തവണ കൊണ്ട് നീതി നടപ്പാക്കി കൊടുക്കുന്നവളാണ് നിന്റെ അമ്മ. നിർത്തതിന്റെ ഉരുണ്ടുകളി. ശാരദാമ്മയുടെ മകൾ ശാരികയുടെ വിവാഹ നിശ്ചയം മുടക്കിയത് ആരായിരുന്നു? അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയോ നിനക്ക്? ഇല്ലല്ലോ. ദേ നോക്ക്, എനിക്കുള്ളതാ ഒരു പെൺകുട്ടി. സ്വന്തം മകളെ പറ്റി അവളുടെ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ സ്വപ്നമാ അവളുടെ വിവാഹം. അതാ ആ ദുഷ്ടൻ തല്ലിത്തകർത്ത് കളഞ്ഞത്. നമ്മുടെ ജോലിക്കാരനാണെന്ന് പറഞ്ഞ അവനെ കണ്ടുപിടിക്കാൻ ഭാമ നിന്നെ ഏൽപ്പിച്ചു. പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല. ഇപ്പതാ രണ്ടാമത്തെ മകൾ ശാലിനിയെ പെണ്ണു കാണാൻ വന്നവനെ തല്ലി ഇഞ്ച പരുവാക്കിയിരിക്കുന്നു. അതും അതേ ആൾ. പ്രേമാണത്രേ അവൻ അവളോട്. വൃത്തികെട്ടവൻ. അവൾക്കാണെങ്കിൽ അവനോട് പുച്ഛവും. അല്ലെങ്കിൽ തന്നെ ഈ പ്രേമം പുഴുങ്ങിത്തരാന്ന് പറഞ്ഞ് പിന്നാലെ നടന്നാല് വല്ല പ്രയോജനം ഉണ്ടാവുമോ? എടാ, ഈ പെണ്ണിനും കൂടെ തിരിച്ചു തോന്നണ്ടേ ഈ പ്രേമം എന്ന് പറയുന്ന സാധനം? ഞാനത് വന്ന് നിൽക്ക്. നീ വന്നതും പോയെന്ന് എനിക്കറിയണ്ട. സത്യഭാമ മുൻപ് സൂചിപ്പിച്ച ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജരെ കണ്ടുപിടിക്കാനായോ നിന്നെ കൊണ്ട്? ആദ്യം അത് പറഞ്ഞാ മതി. വിഷ്ണുവിന് അറിയില്ലെങ്കിലും അതാരാണെന്ന് എനിക്കൊരു ഊഹമുണ്ട്. എന്നാ പിന്നെ അതാരാണെന്ന് പറയണം രാജേശ്വരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.